എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 2ാം നാൾ. നവരാത്രി സ്പെഷ്യൽ വിഭവങ്ങളാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത്. ഇന്നത്തെ വിഭവം അവിൽ ശർക്കര പൊങ്കലും പുളിയവര ചുണ്ടലുമാണ്. നവരാത്രിയിലെ ഓരോ ദിനത്തിലും പ്രാർത്ഥിക്കേണ്ടതും ആരാധിക്കേണ്ടതും ഓരോ വ്യത്യസ്ത ഭാവത്തിലുള്ള ദേവിമാരെയാണ്. പാർവതി ദേവിയുടെ ബ്രഹ്മചാരിണി ഭാവമാണ് നവരാത്രിയുടെ 2ാം ദിനം ആരാധിക്കുന്നത്. നവദുർഗാ സങ്കല്പത്തിൽ 2ാമത്തെ ഭാവമാണിത്. അറിവിൻ്റെ മൂർത്തിഭാവമായ ബ്രഹ്മചാരിണി ദേവി കുജദോഷം, മാംഗല്യ തടസ്സം എന്നിവ നീക്കും. ഭക്ത മനസ്സിലെ വിഷമതകൾ നീക്കി ദേവി ആത്മവിശ്വാസവും സന്തോഷവും നിറയ്ക്കും. മുല്ലപ്പൂക്കളോടാണ് ദേവിക്ക് പ്രിയം. നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം ശിവപത്നിയാകുവാൻ വേണ്ടി കഠിന തപസ് അനുഷ്ഠിച്ചതിനാലാണ് ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമധേയം ലഭിച്ചത്. കമണ്ഡലവും രുദ്രാക്ഷമാലയുമാണ് കയ്യിലേന്തിയിട്ടുള്ളത്. ശുഭ്രവസ്ത്രധാരിണിയാണ്. ഇല പോലും ഭക്ഷിക്കാതെ കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് അപർണ എന്ന പേരുമുണ്ട്. ദേവിയുടെ പര്യായം എന്നത് സ്നേഹവും വിശ്വസ്തതയും തന്നെയാണ്. നവരാത്രിയുടെ 2ാമത്തെ ദിവസത്തിൻ്റെ കളർ പച്ചയാണ്. അപ്പോൾ നമുക്ക് 2ാമത്തെ ദിനമായ നവരാത്രി സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യം നമ്മൾക്ക് പുളിയവര പ്രസാദം ഉണ്ടാക്കാം. ഇതിന് ഒരു ചെറിയ കപ്പ് പുളിയവര എടുത്ത് 2-3 പ്രാവശ്യം കഴുകി 8 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. കുതിർത്ത പുളിയവര ഒരു കുക്കറിലേക്ക് മാറ്റി പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് 3 വിസിൽ വരെ വേവിക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം കുക്കർ തുറന്ന് വെള്ളം ഊറ്റി വയ്ക്കുക. പുളിയവര ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് താളിക്കാം. അതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നല്ലെണ്ണ ചേർക്കുക. ചൂടായ എണ്ണയിലേക്ക് 1/4 സ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത ശേഷം വേവിച്ച പുളിയവര ചേർത്ത് യോജിപ്പിക്കുക. 1 മിനിറ്റ് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഒരു പിടി തേങ്ങ ചിരുവേത് ചേർത്ത് മിക്സ് ചെയ്യുക. സ്വാദിഷ്ടമായ പുളിയവര ചുണ്ടൽ റെഡി. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. 2ാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് അവിൽ ശർക്കര പൊങ്കലാണ്. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കുക്കർ വയ്ക്കുക. 1/2 കപ്പ് ചെറുപയർ പരിപ്പ് ചേർത്ത് സിമ്മിൽ 1 മിനിറ്റ് വഴറ്റുക. അതിനുശേഷം വെള്ളമൊഴിച്ച് കഴുകിയതിന് ശേഷം ചെറുപയർ പരിപ്പ് മുങ്ങി നിൽക്കത്തക്കവണ്ണം വെള്ളമൊഴിച്ച് വേവിക്കുക. 3 വിസിൽ വരുന്നത് വരെ വേവിക്കുക. കുക്കർ തണുക്കുന്നത് വരെ മാറ്റിവെക്കാം. ഈ സമയം നമ്മൾക്ക് 1 കപ്പ് അവിൽ കഴുകി അവിൽ മുങ്ങിക്കിടക്കത്തക്കവണ്ണം വെള്ളമൊഴിച്ച് കുതിർക്കാൻ വയ്ക്കുക. 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. ഇതിനൊരു പാത്രത്തിൽ 1/2 കപ്പ് വെള്ളവും 1 കപ്പ് ശർക്കരയും ചേർത്ത് ഉരുക്കുക. ശർക്കര ഉരുക്കി തിളയ്ക്കുമ്പോൾ വാങ്ങി വയ്ക്കുക. നമ്മുടെ കുക്കർ ആവിയെല്ലാം പോയി നല്ലപോലെ തണുത്തു വന്നിട്ടുണ്ട്. കുക്കർ തുറന്നു നോക്കിയാൽ അറിയാം ചെറുപയർ പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടെന്ന്. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം കുതിർത്ത അവിൽ ചേർക്കുക. വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ 1/2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. പരിപ്പ് അടിയിൽ പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തിളച്ച് കുറുകുമ്പോൾ ശർക്കര പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം. വെല്ലം 1 കപ്പിന് പകരം 1.5 കപ്പ് തൊട്ട് 2 കപ്പ് വരെ ചേർക്കാം. നിങ്ങൾക്ക് എത്ര മധുരം വേണമോ അതിനനുസരിച്ച് ചേർക്കുക. ലൈറ്റ് മധുരത്തിലാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 1 കപ്പ് ശർക്കരയാണ് ഉരുക്കി ചേർത്തത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരുവേത് കൂടി ചേർക്കുക. കുറച്ച് കട്ടിയാവുമ്പോൾ 3 സ്പൂൺ നെയ്യ് ചേർക്കുക. ഇനി ഇത് വാങ്ങി വെച്ചതിന് ശേഷം നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തുകോരി പൊങ്കലിലേക്ക് ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചക്കർപ്പൂരം 1 നുള്ള് പൊടിച്ചു ചേർക്കുക. നമ്മൾ കത്തിക്കുന്ന കർപ്പൂരമല്ല, ലഡ്ഡുവിലും അരവണ പായസത്തിലുമൊക്കെ ചേർക്കുന്ന എഡിബിൾ ക്യാംഫറാണ് ചേർക്കേണ്ടത്. ഇത് പച്ചമരുന്ന് കടകളിലും ആമസോൺ പോലുള്ള ഓൺലൈൻ ഷോപ്പുകളിലും ലഭ്യമാണ്. ഇപ്പോൾ കാണുമ്പോൾ നമ്മുടെ ശർക്കര പൊങ്കൽ ലൂസാണെന്ന് തോന്നുമെങ്കിലും ആറിയാൽ കട്ടിയാവും. അങ്ങനെ നമ്മുടെ 2ാമത്തെ വിഭവമായ ചെറുപയർ പരിപ്പ് അവിൽ ശർക്കര പൊങ്കലും തയ്യാറായി. വിളക്ക് തെളിയിച്ച് ഈ 2 നിവേദ്യങ്ങളും ഭക്തിയോടെ ദേവിക്ക് സമർപ്പിക്കാം.
ബ്രഹ്മചാരിണി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നവരാത്രി കാലത്ത് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ ഉണ്ടാക്കി നമ്മൾക്ക് ദേവിക്ക് സമർപ്പിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.